വംശഹത്യ തീർത്ത ഭീതിയുടെയും നഷ്ടങ്ങളുടെയും പാഴ്പറമ്പിൽ വാർത്തകൾ തേടി അലഞ്ഞ വെറും 2 ജേർണലിസ്റ്റുകളായിരുന്നില്ല അവർ. സത്യത്തിന് പിന്നാലെയും ഇനിയങ്ങോട്ടുള്ള ജീവിതത്തിലും ഒരുമിച്ച് സഞ്ചരിക്കാൻ തീരുമാനിച്ച 2 ഹൃദയങ്ങൾ കൂടിയായിരുന്നു. മരണമണക്കുന്ന യുദ്ധകാലത്താണ് അവർ കണ്ടുമുട്ടുന്നത്. എല്ലാ പ്രതിബന്ധങ്ങൾക്കുമിടയിൽ യുദ്ധത്തിന്റെ ചുവരുകളിൽ അവർ സ്നേഹത്തിന്റെ പുതുചിത്രങ്ങൾ തീർത്തു. ഒരുമിച്ച് സ്വപ്നം കണ്ട ജീവിതം യാഥാർത്ഥ്യമാകുന്നത് കാത്തുനിൽക്കാതെ ഹലയെ തനിച്ചാക്കി മുഹമ്മദ് സലാമ ലോകത്തോട് വിട പറഞ്ഞുപോയി. ഖാൻ അൽ നാസർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട അൽ ജസീറ വിഷ്വൽ ജേർണലിസ്റ്റ് മുഹമ്മദ് സലാമയും സഹപ്രവർത്തകയും ജേർണലിസ്റ്റുമായ ഹല അസ്ഫൂറും തമ്മിലുള്ള നിക്കാഹിന്റെ മനോഹരമായ ചിത്രങ്ങൾ കഴിഞ്ഞ വർഷം നാം കണ്ടതാണ്. പോരാട്ടഭൂമിയിൽ ഒരുമിച്ച് നിന്ന് വംശഹത്യയുടെ ആഴവും പരപ്പും പകർത്തിയവരാണവർ. യുദ്ധം അവസാനിച്ചതിന് ശേഷം ഒരുമിച്ചൊരു ജീവിതം, അതായിരുന്നു അവരുടെ സ്വപ്നം. അങ്ങനെ ഒരു കാലത്തിന് കാത്തുനിൽക്കാതെ അയാൾ യുദ്ധങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ സ്വന്തം ജീവൻ പണയം വെച്ചും പുറം ലോകത്തെത്തിക്കുന്ന മാധ്യമപ്രവർത്തകരിൽ പ്രധാനിയായിരുന്നു സലാമ. കൊല്ലപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പും നിശ്ചയിച്ചുറപ്പിച്ച തന്റെ ദൗത്യം നിർഭയമായി തുടർന്നൊരാൾ. കൊല്ലപ്പെടുന്നതിന് മുമ്പ് സലാമ അവസാനമായി അൽ ജസീറക്കയച്ച ദൃശ്യങ്ങളാണിത്. ഉപരോധത്തിന്റെ ഹൃദയഭേദകമായ കാഴ്ചകളും വംശഹത്യയുടെ ഭീകരതയും ലോകത്തെ അറിയിക്കുന്നതിൽ സലാമ പകർത്തിയ ദൃശ്യങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് അൽ ജസീറ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിലെ അൽ നാസർ ആശുപത്രിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുഹമ്മദ് സലാമയടക്കം 5 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 20 പേരാണ് കൊല്ലപ്പെട്ടത്. അസോസിയേറ്റഡ് പ്രസിന്റെ മറിയം അബൂദാക്ക, റോയിട്ടേഴ്സിന്റെ ഹുസാം അൽ മസരി, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് മുഅസ് അബു ത്വാഹ, അഹമ്മദ് അബു അസീസ് എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റ് 4 ജേർണലിസ്റ്റുകൾ. ഇതോടെ തൂഫാനുൽ അഖ്സയ്ക്ക് ശേഷം മാത്രം ഫലസ്തീനിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം 270 കവിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് ഇവിടെ തന്നെയുണ്ട്. ഞാൻ പകർത്തുന്ന ഓരോ ചിത്രത്തിലും എഴുതുന്ന ഓരോ വാക്കിലും അവനുണ്ട്. മായ്ക്കപ്പെടരുതെന്ന വാശിയോടെ ഞാൻ പുറത്തെത്തിക്കുന്ന സത്യങ്ങളിൽ അവനുണ്ട്. പ്രിയതമന്റെ വേർപാടിനെ കുറിച്ച് ഹല ലോകത്തോട് വിളിച്ചു പറയുന്നത് തന്നെയാണ് ഗസയിൽ ജീവൻ പൊലിഞ്ഞ ഓരോ മാധ്യമപ്രവർത്തകരെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. ദൈവമാർഗത്തിൽ ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളെ, നിങ്ങൾ എന്നെന്നും ഞങ്ങളിൽ ജീവിക്കുന്നു.